ഡൽഹിയിൽ മാളവ്യ നഗറിൽ ഹോട്ടലിൽ തീപിടുത്തം. വിദേശികൾ ഉൾപ്പെടെ 21 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാളവ്യ നഗറിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാളവ്യ നഗറിൽ തീപിടുത്തമുണ്ടായിട്ടുള്ള കെട്ടിടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ്. അവിടെ ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് രക്ഷാ ദൗത്യം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ കെട്ടിടം പൂർണ്ണമായും കത്തിയ നിലയിലാണുള്ളത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന്റെ കിച്ചണിലാണ് ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. അവിടെ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രകാരം 21 മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ വിദേശ പൗരന്മാരുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 37 പേരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ 37 പേരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. വിശദമായ അന്വേഷണത്തിന് നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയ പോലീസ് കമ്മീഷണറും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വ്യക്തമാക്കിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന്റെ കിച്ചണിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ മേഖലകളിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ, ഉഷ്ണ തരംഗമുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ അപകടത്തിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസവും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് സമാനമായി കെട്ടിടത്തിന് തീ പിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ആ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ കെട്ടിടത്തിന്റെ 1ഉം 2ഉം നില പൂർണ്ണമായും തീപിടിച്ചിട്ടുണ്ട്. നിലവിൽ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കെട്ടിടത്തിനുള്ളിലെ അവശിഷ്ടങ്ങളും ഫർണിച്ചറുകളും ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അവസാനഘട്ട പരിശോധനയും പൂർത്തിയാക്കി. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് ഇപ്പോൾ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സയും ഉറപ്പാക്കും എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വ്യക്തമാക്കിയത്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ്. ഉഷ്ണതരംഗം ഉള്ള ഘട്ടത്തിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതുമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. മാളവ്യ നഗറിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.